ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ്രോ ക്രിയേഷൻസ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ PCB ബോർഡിലെ ഷീൽഡ് എങ്ങനെ പ്രോപ്പറായിട്ട്, അതായത് സർക്യൂട്ടും മറ്റു കാര്യങ്ങളും ഒന്നും കട്ടാവാതെ നമുക്ക് പ്രോപ്പറായിട്ട് എങ്ങനെ റിമൂവ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. നമ്മൾ ഫോണിൻ്റെ മദർ ബോർഡിൽ അല്ലെങ്കിൽ PCB ബോർഡിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യേണ്ട സമയത്ത് നമുക്ക് ഷീൽഡ് പ്രോപ്പറായിട്ട് തന്നെ ഇളക്കിയെടുക്കാനായിട്ട് വരും. നമ്മൾ വലിച്ചു പറിച്ചൊക്കെ എടുക്കുകയാണെങ്കിൽ, നമ്മൾ പ്രോപ്പറായിട്ടുള്ള രീതിയിലല്ലാതെ വലിച്ചു പറിച്ചൊക്കെ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ മദർ ബോർഡിലെ പ്ലേറ്റ് പ്രിൻറ്റ് കട്ടായി പോകാൻ, അതായത് സർക്യൂട്ട് കട്ടായി പോകാനുള്ള ചാൻസ് ഉണ്ട്. സർക്യൂട്ട് കട്ടായി പോവുകയാണെങ്കിൽ പിന്നീട് നമുക്ക് ആ ഒരു മദർ ബോർഡ് ഉപയോഗിച്ചുകൊണ്ട് യാതൊരുവിധ ഗുണവും ഇല്ലാതാവും. ചിലപ്പോൾ നമുക്ക് ജമ്പറൊക്കെ ചെയ്തൊക്കെ റെഡിയാക്കാമെങ്കിൽ പോലും അതൊക്കെ ഒരു പ്രോപ്പറായിട്ടുള്ള രീതിയല്ല. പക്ഷേ നമ്മൾ ഷീൽഡ് ഇളക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ട് ഇളക്കുകയാണെങ്കിൽ യാതൊരുവിധ പ്ലേറ്റ് പ്രിൻറ്റോ അല്ലെങ്കിൽ സർക്യൂട്ടോ ഒന്നും തന്നെ കട്ടാവാതെ നല്ല രീതിയിൽ തന്നെ നമുക്കത് വർക്ക് ചെയ്യാം, മദർ ബോർഡിൽ വർക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാം, ആ ഒരു ഷീൽഡ് ഇളക്കാം എന്നുള്ളത് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു ഷീൽഡ് ഇളക്കി ഞാൻ കാണിച്ചു തരാം. നമ്മുടെ നല്ലൊരു ഫ്ലെക്സ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, നല്ല രീതിയിൽ ആ ഒരു ഏത് ഷീൽഡാണോ നമുക്ക് ഇളക്കേണ്ടത് ആ ഷീൽഡിൽ നല്ല രീതിയിൽ ഫ്ലെക്സ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു ഷീൽഡിൽ നമ്മൾ ഹീറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് നമ്മൾ SMD ബ്ലോവർ നമുക്ക് ഉപയോഗിക്കാം. SMD ബ്ലോവറിൽ പ്രോപ്പറായിട്ട് ഹീറ്റും അതുപോലെ തന്നെ എയറും നമ്മൾ സെറ്റ് ചെയ്ത് വയ്ക്കുക. ഞാനിതിൽ 370 ഹീറ്റും അതുപോലെ തന്നെ എയർ 3 ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ പലരുടെയും ബ്ലോവറിൽ അതിൻ്റേതായ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ഈ ഒരു ഹീറ്റിംഗ് കപ്പാസിറ്റി ആയിരിക്കത്തില്ല നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബ്ലോവറിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. കാരണം നമ്മൾ വർക്ക് ചെയ്യുന്ന റൂമിലുള്ള ടെമ്പറേച്ചർ മറ്റ് കാര്യങ്ങളൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കും. അതുപോലെ തന്നെ ഓരോ മെഷീൻ്റെയും ഹീറ്റിൻ്റെയും എയറിൻ്റെയും പ്രഷറിൽ വ്യത്യാസം ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങളുടെ പ്രോപ്പറായിട്ട് ഏതാണോ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് തോന്നുന്ന എയറും ടെമ്പറേച്ചറും അത് നിങ്ങൾ യൂസ് ചെയ്യുക. അതിനുശേഷം അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ അടുത്ത് നമ്മൾ ഷീൽഡ് റിമൂവ് ചെയ്യേണ്ട അടുത്ത് ഐസികളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഐസികളും മറ്റു കാര്യങ്ങളുമൊക്കെ നിങ്ങൾ ഒരു ഹീറ്റിംഗ് ടേപ്പ് ഉപയോഗിച്ചുകൊണ്ട്, ഹീറ്റ് റെസിസ്റ്റൻറ്റ് ടേപ്പ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ അത് കവർ ചെയ്യുക. കവർ ചെയ്ത ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹീറ്റിംഗ് ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത ശേഷം ബ്ലോവർ ഉപയോഗിച്ചുകൊണ്ട് വളരെ ഇതായിട്ട് നിങ്ങളത് ഹീറ്റ് ചെയ്ത് കൊടുക്കുക. ആ ഒരു ഷീൽഡിൻ്റെ എല്ലാ ഭാഗവും സൈഡ് വരുന്ന എല്ലാ ഭാഗവും നിങ്ങൾ ഹീറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, ഈ ഒരു ഷീൽഡിൻ്റെ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ചെറിയൊരു ഹോൾ ഉണ്ടാവും. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ആ ഹോളിൽ ചെറിയൊരു ബ്ലേഡ് ഉപയോഗിച്ച്, ഒരു കട്ടിംഗ് ബ്ലേഡും കാണാൻ സാധിക്കും, ഇതേപോലുള്ള കട്ടിംഗ് ബ്ലേഡും അതിൻ്റെ ഒരു സ്റ്റേയും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് ആ ഒരു ഹോളിൻ്റെ അകത്ത് കയറ്റി വെച്ച് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പൊക്കി കൊടുക്കുക. വളരെ വലുതായിട്ടൊന്ന് പൊക്കരുത്, ചെറിയൊരു ഫോഴ്സ് കൊടുക്കുക. സോൾഡർ ചെയ്തിരിക്കുന്നത് വിടുമ്പോഴത്തേക്കും പെട്ടെന്ന് അത് പൊക്കിയെടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അത് നിങ്ങൾക്ക് 1-2 പ്രാവശ്യം നിങ്ങളത് ചെയ്യുമ്പോഴത്തേക്കും, കുറച്ച് 1-2 ഷീൽഡ് നിങ്ങൾ റിമൂവ് ചെയ്ത് ആ ഒരു പ്രാക്ടീസ് വരുമ്പോഴത്തേക്കും ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്കത് ഇളക്കാൻ സാധിക്കും എന്നുള്ളതാണ്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ടാവും യാതൊരുവിധ പ്രോബ്ലംസും മറ്റ് കമ്പോണൻസിനോ അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ സർക്യൂട്ടിനോ അല്ലെങ്കിൽ PCB ബോർഡിൻ്റെ ആ ഒരു പ്രിൻറ്റിനോ യാതൊരുവിധ പ്രോബ്ലംസും വന്നിട്ടില്ല. വളരെ സേഫായിട്ട് തന്നെ അത് ഇളകി വന്നിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ PCB ബോർഡിൽ ഏതൊരു ഷീൽഡും ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്കത് ഈസി ആയിട്ട് ഇളക്കിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അല്ലാതെ വലിച്ച് പറിച്ചൊക്കെ എടുക്കുന്നത് നിങ്ങളുടെ പ്ലേറ്റ് പ്രിൻറ്റും അതുപോലെ തന്നെ സർക്യൂട്ടൊക്കെ കട്ടായി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ സേഫായിട്ട് ഈ രീതിയിൽ നിങ്ങളുടെ ഷീൽഡ് നിങ്ങൾ റിമൂവ് ചെയ്തെടുക്കാവുന്നതാണ്. പലപ്പോഴും പല ഫോണുകളും നമ്മുടെ കയ്യിൽ വരുന്ന സമയത്ത് നമ്മൾ ഫോണ് പൊളിച്ച് നോക്കുമ്പോഴത്തേക്കും മദർ ബോർഡൊക്കെ വളരെയേറെ ഉപയോഗിക്കാൻ സാധിക്കാത്ത രീതിയിൽ ഷീൽഡിൻ്റെ അവിടെയൊക്കെ ഷീൽഡ് പൊക്കിയിട്ട് സർക്യൂട്ടുകളും മറ്റുമൊക്കെ പ്രോബ്ലംസ് ആയിട്ട് വരാറുണ്ട്. പലപ്പോഴൊക്കെ ജമ്പർ ചെയ്തൊക്കെ നമ്മൾ റെഡിയാക്കാറുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ ചിലതൊക്കെ നമുക്കത് സാധിക്കാത്ത രീതിയിൽ തന്നെ അത് വരാറുണ്ട്. അപ്പോൾ ഷീൽഡ് റിമൂവ് ചെയ്ത ശേഷം നല്ല രീതിയിൽ തന്നെ ഒന്ന് ക്ലീൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് വർക്ക് തുടങ്ങാവുന്നതാണ്. ഓക്കെ.